നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ പുതിയ എഫ്ഐആർ ഇടും. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരെ കൂടാതെ മറ്റ് 6 പേരും എഫ്ഐആറിൽ സ്ഥാനം പിടിച്ചു. ബൽറാം നെടുങ്ങാടി ഈ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഒരു രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണോ പുതിയ എഫ്ഐആർ വരുന്നത്? രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായ പകവീട്ടൽ എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നതിനിടെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ വീണ്ടും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ എഫ്ഐആർ. കഴിഞ്ഞ ഒക്ടോബർ 3 എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമായി ഈ നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെ ഈ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ അത് യങ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് ഈ എഫ്ഐആർ. ഇതിന് പിന്നിൽ കുറ്റകരമായ ഗൂഢാലോചനയും ഒപ്പം തന്നെ തട്ടിപ്പും നടന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്ക് പുറമെ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷനായ സാം പിട്രോഡെ അടക്കം 6 പേരുടെ പേരുകളും ഈ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവരുടെ സമ്മതപ്രകാരമാണോ ഈ ഇടപാട് നടന്നത് എന്ന കാര്യങ്ങൾ തേടും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യം ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യം ഇതുവരെയും ഔദ്യോഗികമായി അറിയിക്കുകയോ മറ്റ് നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ എന്തായാലും കോൺഗ്രസിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 2014 BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതി അനുസരിച്ച് പട്യാല ഹൗസ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ആദ്യ എഫ്ഐആർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്യുന്നത്. തുടർന്ന് ഇരുവരെയും ചോദ്യം ചെയ്യുകയും ഈ നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വീണ്ടും ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും EDയുടെ നിർദ്ദേശമനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.